ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് ചിന്തിക്കുന്ന വിഷയം, വീരമൃത്യു വരിക്കേണ്ടവർ ചാരമൃത്യു വരിച്ചാൽ അത് എത്ര ശോചനീയമായിരിക്കും. ദൈവമക്കളായി നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു ആഹ്വാനം എന്ന് പറയുന്നത് വീരമൃത്യു. അങ്ങനെ വീരമൃത്യു വരിച്ച പല വ്യക്തികളെക്കുറിച്ചും ബൈബിളിൽ കാണാൻ പറ്റും, വിശുദ്ധരുടെ ഇടയിൽ കാണാൻ പറ്റും, ഇവിടെ സമൂഹത്തിൽ കാണാൻ പറ്റും. അവരെല്ലാം ആദരിക്കുന്ന ലോകത്തെ ജനത്തെ നമുക്ക് കാണാൻ പറ്റും. വീരമൃത്യു സംഭവം ഞാൻ മനസ്സിലാക്കിയതാണ്. അപ്പനും അമ്മയും റിച്ച് ഫാമിലിയാണ്, ഇഷ്ടംപോലെ സമ്പത്തുള്ളവരാണ്. ഇനി അവർക്ക് ഒറ്റ മകളാണ്. ഇവരിവള് വളർന്നു വരുന്നതനുസരിച്ച്, കല്യാണപ്രായത്തോട് അടുക്കുന്നതനുസരിച്ച് അവളുടെ വിവാഹത്തെക്കുറിച്ച് രണ്ടുപേർക്കും ചിന്തയുണ്ടായിരുന്നു. അമ്മ ഒത്തിരി സ്വർണം സ്വരുക്കൂട്ടി, ഇവർക്ക് വേണ്ടി ആഭരണങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അപ്പൻ ആവശ്യത്തിലേറെ പണം സ്വരുക്കൂട്ടി വെച്ചു. ഇവളുടെ വിവാഹം ഗംഭീരമായിട്ട് നടത്തണം, അവർ ബോധ്യത്തോടു കൂടി. പക്ഷെ അവസാനം സംഭവിച്ചത് ഇവളാരുടെയോ കൂടെ ഇറങ്ങിപ്പോയി. അങ്ങനെ ഓടിപ്പോയത് കൊണ്ട് അവർ പോയിട്ട് രജിസ്റ്റർ ചെയ്തു. വലിയ ഒരു ഗതിയോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത, ഇവർക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയി. അവസാനം അമ്മയുടെ സ്വർണം, അപ്പൻ്റെ പണം, അതെല്ലാം അതുപോലെ അവിടെ ഇരുന്നു. ഇവർ ആ ഒരു അവസ്ഥയിൽ ഒരുപാട് വേദനിച്ച് പരാണ്ട് പറഞ്ഞ് അവർക്കൊരാശ്വാസം കിട്ടാൻ വേണ്ടി അവർ ധ്യാനത്തിലേക്ക് പറഞ്ഞു വിട്ടതാണ്. ഇവർ സൂചിപ്പിച്ച ഒരു കാര്യം, വളരെ ഖേദത്തോടെ അവർ പറഞ്ഞത്, അവൾക്ക് അതൊന്നും അനുഭവിക്കാനുള്ള യോഗം ഇല്ലാതെ പോയി. അതുകൊണ്ട് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അവൾ ഓടിപ്പോയിരുന്നു. പ്രിയപ്പെട്ടവർ, ശരിക്കും അവളുടെ ജീവിതം തീർച്ചയായിട്ടും നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നത്, ഒരു വീരമൃത്യു വരിച്ചവരുടെ ഒരു ബഹുമാനമോ ഒന്നും അവൾക്ക് കിട്ടാൻ പോകുന്നില്ല. അതിനേക്കാൾ നമ്മൾ ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ ചാരമൃത്യു വരിച്ച ഒരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, മെനലൗസ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് ആ ഒരവസ്ഥയിലാണ് എന്നുള്ളത് നാം തിരിച്ചറിയുന്നത് വളരെ നല്ലതാണ്. നമുക്ക് ഏതാനും ചില കാര്യങ്ങൾ വചന വെളിച്ചത്തിൽ മനസ്സിലാക്കാം. ആദ്യമായിട്ട് നമുക്ക് വീരമൃത്യു വരിച്ച ചില ധീര വിശ്വാസികളെക്കുറിച്ച് വചനത്തിൽ നമുക്ക് കണ്ടെത്താം. അവരെക്കുറിച്ചൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. അവരൊക്കെ വീരമൃത്യു വരിച്ചവരാണ്. വിശ്വാസത്തെ പ്രതി, വിശ്വാസം ബലികഴിച്ച് എങ്ങനെയെങ്കിലും കുറച്ച് നാളുകൂടെ ഈ ഭൂമിയിൽ ജീവിക്കാനല്ല അവർ നോക്കിയത്, എങ്ങനെയെങ്കിലും കുറച്ചുകൂടെ സമ്പാദിച്ചു കൂട്ടാനല്ല അവർ നോക്കിയത്. വീരമൃത്യു, അതായിരുന്നു അവരുടെ ലക്ഷ്യം. ദാനിയേൽ 3-ാം അധ്യായം വായിക്കുമ്പോൾ 3 ചെറുപ്പക്കാരെ കാണാൻ പറ്റും. യുവജനങ്ങളാണ്, യൗവനക്കാര്. അവർക്ക് അവരുടെ ജീവിതം മുമ്പോട്ട് കിടക്കുക, അവരുടെ ആയുസ്. പക്ഷേ 3 പേരും പറഞ്ഞ ഒരു കാര്യമുണ്ട്, ബിംബത്തെ ആരാധിച്ചിട്ട് ഞങ്ങൾക്ക് ജീവിക്കേണ്ട. ചെറുപ്പക്കാരായിട്ട് മരിക്കാനാണ് ഞങ്ങളുടെ വിധിയെങ്കിൽ നടക്കട്ടെ, ബിംബത്തെ ആരാധിച്ചിട്ട് ഞങ്ങൾക്ക് ജീവിക്കേണ്ട. ഇനി അവർ ആ കൂടെ സൂചിപ്പിച്ചൊരു കാര്യം, ഇതാ നിങ്ങളെ എരിയുന്ന തീയിലേക്കാണ് എറിയാൻ പോകുന്നത്. അവർ പറഞ്ഞൊരു കാര്യം, ഞങ്ങളുടെ ദൈവത്തിന് അഗ്നിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുണ്ട്. ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ ദൈവത്തെ ഞങ്ങൾക്കറിയാം. അഥവാ ഞങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി അഗ്നിയിൽ കിടന്ന് മരിക്കുക എന്നതാണെങ്കിൽ ആയിക്കോട്ടെ, ബിംബത്തെ ആരാധിച്ചിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണ്ട. വീരമൃത്യുവിന് തയ്യാറായ 3 ചെറുപ്പക്കാർ. ഇനി അതുകൊണ്ട് അവർക്ക് കിട്ടിയ ആനുകൂല്യം, ദൈവദൂതൻ അവരുടെ കൂടെ നടക്കുന്നതും അവരെ സംരക്ഷിക്കുന്നതുമായിട്ടുള്ള രംഗമാണ് ദാനിയേൽ 3-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുക. 2 മക്കബായർ 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഏലയാസർ. പന്നിമാംസം കഴിക്കാൻ അവൻ വിസമ്മതിച്ചതിൻ്റെ പേരിൽ അവന് മരണമാണ് അവൻ്റെ മുമ്പിലേക്ക് വരിക. അവൻ പറഞ്ഞു, ഞാൻ ആ വീരമൃത്യു വരിച്ചോളാം, പന്നിമാംസം കഴിക്കുന്നതിനേക്കാൾ എനിക്കിതാണ് ഇഷ്ടം, ഞാൻ രക്തസാക്ഷിത്വം ഏറ്റെടുത്തുകൊള്ളാം. ഉടനെ ചിലർ പറഞ്ഞു, അനുവദനീയമായ മാംസം കൊണ്ട് തരാം, നീ അത് കഴിച്ച് കാണിച്ചാൽ മതി, ഞങ്ങൾ പറഞ്ഞോളാം പന്നിമാംസം കഴിച്ചു, അതുകൊണ്ട് അവന് മരണപ്പെടേണ്ട കാര്യമില്ല. അതിന് പോലും വിസമ്മതിച്ചു. ആ പറഞ്ഞു, അങ്ങനെ ഒരു തിരിമറി കാണിച്ചിട്ട് എനിക്ക് ജീവിക്കൊന്നും വേണ്ട, വീരമൃത്യു, ഐ എം റെഡി ഫോർ ദാറ്റ്, അതിന് ഞാൻ സന്നദ്ധനാണെന്ന് പറഞ്ഞ് മുമ്പോട്ട് വരുന്ന ഏലയാസറിനെ ഈ അധ്യായത്തിൽ കാണാൻ പറ്റും. 7-ാം അധ്യായം എടുക്കുമ്പോഴോ ഒരു വിധവയും 7 മക്കളും. അവർ വീരമൃത്യു വരിച്ചു എന്നുള്ളത് മനസ്സിലാക്കാൻ വെറുതെ അധ്യായത്തിലൂടെ ഒന്ന് കടന്നു പോയാൽ മതി. അവരുടെയൊക്കെ വിശ്വാസം എത്ര ആഴപ്പെട്ടതായിരുന്നു, ദൈവത്തോടുള്ള സ്നേഹം എത്ര വലുതായിരുന്നു എന്നുള്ളത് ഈ അധ്യായം വെറുതെ ഒന്ന് വായിച്ചപ്പോഴും നമുക്ക് മനസ്സിലാവും. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെയൊക്കെ സ്നേഹം ശരിക്കും കഴമ്പുള്ള സ്നേഹമാണോ അതോ വെറും ഷോയാണ്? നമ്മളൊക്കെ വിശ്വാസത്തെ പ്രതി വില കൊടുക്കേണ്ടി വരുമ്പോൾ അവിടെ നമ്മൾ ഇതുപോലത്തെ ഒരു ധൈര്യം കാണിച്ച് വീരമൃത്യു ആണെങ്കിൽ അതിന് ഞാൻ തയ്യാറ് എന്ന് പറയാൻ ഇന്ന് എത്ര പേർക്ക് സാധിക്കും? ആ ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. രണ്ടാമതായിട്ട്, ഈ ആത്മീയത കെടാതിരിക്കാൻ ജീവൻ പോലും കൊടുക്കാൻ സന്നദ്ധരായ വ്യക്തികളെക്കുറിച്ച് ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റും. അവർക്ക് ഏറെക്കാലം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടത് ആത്മീയ ജീവിതം. ജീവിക്കുന്ന കാലം അത്രയും ദൈവത്തിന് വേണ്ടി ജീവിക്കണം, എന്നിട്ട്
മരണാനന്തരം സ്വർഗത്തിൽ പോകണം. അതായിരുന്നു അവരുടെ ലക്ഷ്യം. മരിയ വരെ എത്തി. വെറും 12 വയസ്സോട് അടുക്കുന്നേ ഉള്ളൂ. അവൾ പറഞ്ഞൊരു കാര്യം, പാപം ചെയ്തിട്ട് എനിക്ക് ജീവിക്കണ്ട. നീ പാപത്തിന് എന്നെ പ്രേരിപ്പിച്ച് അതിനെ വിസമ്മതിക്കുമ്പോൾ എന്നെ തുണ്ടമായിട്ട് മുറിച്ചിട്ടാലും ഞാനൊരു പാപത്തിന് സമ്മതിക്കത്തില്ല. എനിക്ക് ആ പ്രായത്തിൽ ഒക്കെ വിളിച്ചു പറയാൻ പറ്റിയൊരു കാര്യം, ആത്മീയത കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ ലോക ജീവിതം. സൂസന്നായെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ദാനിയേലിൻ്റെ പുസ്തകം 13-ാം അധ്യായം. ഏതാണ്ട് ഇതേ സ്റ്റാൻഡ് എടുത്ത അവളെ പാപത്തിന് പ്രേരിപ്പിച്ചപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞ് അവസാനം മരണവക്കിലേക്ക് അവളെ തള്ളിവിടുന്നത് കാണാൻ പറ്റും. മരിക്കേണ്ടി വന്നാൽ ഞാൻ മരിക്കും, പക്ഷേ ഒരു പാപം ചെയ്തിട്ട് എനിക്ക് ജീവിക്കണ്ട എന്ന സ്റ്റാൻഡ് എടുത്ത സൂസന്നായെ ഈ അധ്യായത്തിൽ കാണാൻ പറ്റും. അവൾക്ക് തുണയായി ദൈവം വന്നു. അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുക. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 5-ാം അധ്യായം വായിച്ചാൽ പത്രോസ് പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് ദൈവത്തെ അനുസരിക്കാതിരിക്കാൻ പറ്റില്ല. നിങ്ങളെ അനുസരിച്ച് കുറച്ച് നാൾ കൂടെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമെങ്കിലും അതല്ല ഞങ്ങളുടെ ലക്ഷ്യം. ദൈവത്തെ അനുസരിക്കണം, അതിൻ്റെ പേരിൽ മരിക്കണോ സഹിക്കണോ ഞങ്ങളതിന് തയ്യാറാണ് എന്ന് പറയുന്ന പത്രോസിനെയും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെയും കാണാൻ പറ്റും. അപ്പസ്തോല പ്രവർത്തനം 20-ാം അധ്യായം 22 മുതൽ വായിച്ചാലോ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ മുമ്പോട്ട് പോയാൽ എനിക്ക് പീഡാസഹനം, എനിക്ക് ജയിൽവാസം, മരണം ഇതൊക്കെയാണ് വരാൻ പോകുന്നതെന്ന് എനിക്കറിയാം, പക്ഷേ ഞാൻ മുമ്പോട്ടേ പോകത്തുള്ളൂ. ഇവരാരെങ്കിലും ആത്മീയത ബലി കഴിച്ചുകൊണ്ട് കൂടുതൽ കാലം ജീവിക്കാൻ നോക്കിയോ? ഇല്ല. ജീവൻ കൊടുത്തിട്ട് പോലും ആത്മീയത കാത്തു സൂക്ഷിക്കാൻ, വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ മനസ്സ് കാണിച്ച ഒരു ദൃഢനിശ്ചയം ഉണ്ടായിരുന്ന വ്യക്തികളാണ് ഇവരെല്ലാം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹെബ്രായ ലേഖനം 11-ാം അധ്യായം ഒരു സൂചന നൽകുന്നുണ്ട് മോശയുടെ കാര്യം. പഴയ നിയമത്തിൽ മോശയുടെ ഒരു കാര്യം, ഇവിടെ പുതിയ നിയമത്തിൽ ഒരു സൂചന. മോശ കൊട്ടാരവാസത്തെക്കാൾ ദൈവജനത്തിൻ്റെ കഷ്ടത ഇഷ്ടപ്പെട്ടു. അവർ വേണമെങ്കിൽ ഫറവോയുടെ മകളുടെ മകനായിട്ട് കൊട്ടാരത്തിൽ സുഖജീവിതം കഴിക്കാമായിരുന്നു. അവർ പറഞ്ഞു, നോ, അതല്ല എനിക്ക് വേണ്ടത്. ദൈവജനത്തോട് ചേർന്ന് അവരുടെ കഷ്ടതയിൽ പങ്കുചേരുന്നതാണ് എനിക്കിഷ്ടം എന്ന് പറയുന്ന മോശയെ അവിടെ നമുക്ക് കാണാൻ പറ്റും. ഉൽപ്പത്തി 39-ാം അധ്യായം എടുക്കുമ്പോഴോ ജോസഫിനെ പോത്തിഫറിൻ്റെ ഭാര്യ ക്ഷണിച്ചു, അവനെ പാപസുഖത്തിലേക്ക് ക്ഷണിച്ചു, നിർബന്ധിച്ചു. പക്ഷെ അവൻ വഴങ്ങിയില്ല. അവൾ ചാടി പിടിച്ചു, എന്നിട്ടും അവൻ വഴങ്ങിയില്ല. ഒതറിച്ചോടുന്ന ജോസഫിനെ അവിടെ കാണാൻ പറ്റും. ജോസഫിന് ആത്മീയതയായിരുന്നു ഈ പാപസുഖത്തെക്കാൾ വലുത്. അതുകൊണ്ടാണ് അതിനുവേണ്ടി നിലകൊള്ളുന്നതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് അവൻ ജയിലിൽ കിടക്കേണ്ടിയൊക്കെ വന്നു. എങ്കിലും നമുക്ക് കാണാൻ സാധിക്കും ജോസഫിനെ ദൈവം എത്രമാത്രം അനുഗ്രഹിച്ചുയർത്തി എന്നുള്ളത്. ഇനി നമ്മൾ കാണുന്ന മറ്റൊരു കാര്യം, ഈ ചാരമൃത്യു എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ചാരത്തിന് തുല്യമായിട്ട് ജീവിച്ച് ചാരമൃത്യു നടത്തിയ വ്യക്തികളെക്കുറിച്ചും ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റും. അതിലൊരാളാണ് മെലനൗസ്. നിങ്ങൾ 2 അധ്യായങ്ങൾ എടുത്താൽ 2 മക്കബായർ 4-ാം അധ്യായം 23 മുതൽ വായിക്കുമ്പോൾ പണം കൊടുത്ത് പദവി നേടിയ ഒരു വ്യക്തിയാണ് മെനലാവുസ്. പക്ഷെ നമ്മൾ കാണുന്നു 13-ാം അധ്യായത്തിൻ്റെ ആദ്യ വചനങ്ങൾ വായിക്കുമ്പോൾ അവൻ്റെ അന്ത്യം വളരെ ശോചനീയമായിരുന്നു. ചാരമൃത്യു, വീരമൃത്യു നടത്തേണ്ട വ്യക്തികൾ അവസാനം ചാരമൃത്യുവിലേക്ക് പോയ പരിതാപകരമായ അവസ്ഥ. അതാണ് ഇവിടെ നമ്മൾ കാണുക. ഒരു 50 മുഴം ഉയരമുള്ള ഒരു ഗോപുരം. അതിൻ്റെ ഒരു പ്രത്യേകത, അതിൽ ഇങ്ങനെ ഒരു യാന്ത്രിക ചക്രം ഘടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഏത് സൈഡിലേക്ക് ആളെ കൊണ്ടുവന്നാലും ഈ യന്ത്രം എടുത്ത് ഇതിനകത്തേക്ക് എറിയും. അതിനകത്ത് തീയാണ്, പിന്നെ അതിനകത്ത് കിടന്ന് വെന്ത് മരിച്ചവരുടെ ചാരമാണ്. അതിലേക്കാണ് പോവുക. എന്നിട്ട് വചനം പറയാണ്, അവനൊരു ഡീസൻറ്റ് ഫ്യൂണറൽ പോലും ലഭിച്ചില്ല. ഒരു സാധാരണക്കാർക്ക് കിട്ടുന്ന പോലെ ഒരു ശവസംസ്കാരം പോലും അവന് കിട്ടാതെ പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ ദൈവമക്കളാണ്, വിശ്വാസികളാണെങ്കിൽ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ചാരമൃത്യുവിനല്ല, വീരമൃത്യുവിനാണ്. അത് മറക്കാതെ, നമ്മുടെ വിശ്വാസം കളയാതെ, ആത്മീയത കളയാതെ ജീവിക്കാനുള്ള ഒരു നിശ്ചയദാർഢ്യം അത് നമുക്കുണ്ടാകണം. അതിനുവേണ്ടി നമുക്ക് ഈ പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. വിശ്വാസം ജീവിക്കാനും പ്രചരിപ്പിക്കാനും ഒക്കെ ഭയപ്പെടുന്ന വ്യക്തികളുണ്ട്, അവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിശബ്ദതയിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി നമ്മെ അനുഗ്രഹിക്കും എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അവിടുന്ന് സ്വീകരിക്കണമേ. ഞങ്ങൾക്ക് നന്മയാകുന്നത് നൽകി അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.